അമേരിക്കൻ പൊളിറ്റിക്സ് വീഡിയോ 1. എന്താണ് അമേരിക്കയിലെ സോമാലിയൻ ഇഷ്യൂ? ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിൽ പറയുന്ന എല്ലാ നമ്പേഴ്സൊന്നും 100% ആക്യുറേറ്റ് അല്ല. പക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും. 1990കളിൽ സോമാലിയയിൽ സിവിൽ വാർ ഉണ്ടായിട്ട് ഗവൺമെന്റ് കൊളാപ്സ് ആയപ്പോൾ ധാരാളം സോമാലികളെ റിഫ്യൂജികളായി അമേരിക്കയിലേക്ക് വരാൻ അമേരിക്ക അനുവദിച്ചു. അങ്ങനെ അമേരിക്കയിൽ വന്നിട്ടുള്ള സോമാലികളെല്ലാം കൂട്ടം കൂട്ടമായി ഓരോ സ്റ്റേറ്റുകളിൽ വിവിധ സിറ്റികളിൽ താമസിക്കാൻ ആരംഭിച്ചു. അങ്ങനെ അവർ താമസിക്കുന്ന പ്രധാന സിറ്റികളാണ് മിനസോട്ട സ്റ്റേറ്റിലെ സെയിന്റ് പോളും മിനസോട്ട സ്റ്റേറ്റിലെ മിനിയപ്പോലിസ് എന്ന സിറ്റിയും പിന്നെ ഒഹായോ സ്റ്റേറ്റിലെ കൊളംബസ് എന്ന സിറ്റിയും മറ്റു പല സ്റ്റേറ്റുകളിലും അവർ താമസിക്കുന്നുണ്ട്. അങ്ങനെ ഈ സോമാലികളെല്ലാം 10-30 വർഷമായി വളർന്ന് പന്തലിച്ച് ഇമിഗ്രേഷൻ നിയമങ്ങൾ അനുസരിച്ച് മറ്റു പല ബന്ധുക്കാരെയും കുടുംബക്കാരെയും എല്ലാം കൊണ്ടുവന്ന് അവർ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് തമ്പടിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് ഒബാമയ്ക്ക് മുമ്പുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും പ്രസിഡന്റ് ഒബാമയ്ക്ക് ശേഷമുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പ്രസിഡന്റ് ഒബാമയുടെ ഭരണശേഷം ഉള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഇസ്ലാമിനെ പണയം വെച്ച ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറി. ഇമിഗ്രന്റായി വന്നിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലീഗലായും വന്നിട്ടുള്ള സോമാലിയൻസ് എല്ലാം ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റുകളിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ഉദാഹരണം ന്യൂയോർക്ക് സിറ്റി, ചിക്കാഗോ സിറ്റി. അങ്ങനെ ഡെമോക്രാറ്റ് എവിടെയെല്ലാം ഭരിക്കുന്നുവോ അവിടെയെല്ലാം മുസ്ലിം വോട്ടുകൾക്ക് അതിഭയങ്കരമായ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവരെല്ലാം ഒരൊറ്റ കൂട്ടമായി ഓരോ സിംഗിൾ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കായി മാറി. മുസ്ലിംസിന്റെ വോട്ടില്ലാതെ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ലോക്കൽ ഇലക്ഷനുകൾ വിൻ ചെയ്യാൻ സാധിക്കാതെ വരികയും അവരുടെ ശക്തി വളർന്ന് വലുതാകുകയും ചെയ്തു. ഉദാഹരണം, കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ വോട്ടില്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണത്തിൽ വരാൻ കഴിയില്ല എന്ന പോലത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ സെയിന്റ് പോൾ സിറ്റി കൗൺസിലിലും മിനിയപ്പോലിസ് സിറ്റി കൗൺസിലിലും സോമാലിയൻസ് ലോക്കൽ ഇലക്ഷനുകളിൽ റെപ്രസെന്റേറ്റീവ്സായി ജയിക്കാൻ തുടങ്ങി. അങ്ങനെ മിനസോട്ട സ്റ്റേറ്റിലെ 5th ഡിസ്ട്രിക്റ്റിൽ നിന്നും ഫെഡറൽ ഗവൺമെന്റിലേക്ക് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിലേക്ക് ജയിച്ചു വന്ന ഒരു ഫീമെയിൽ റെപ്രസെന്റേറ്റീവാണ് ഇൽഹാൻ ഒമാർ. അവളെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഈ കുടിയേറ്റ സോമാലികൾ 10-35 വർഷം കൊണ്ട് പലതരം ബിസിനസ്സുകളും തുടങ്ങി. അതിൽ പ്രധാനമായത് ചൈൽഡ് കെയർ സെന്റേഴ്സ്, ഓട്ടിസം സെന്റേഴ്സ്, ഫീഡ് ഫോർ ദി ഫ്യൂച്ചർ റെസ്റ്റോറൻറ്റുകൾ, സ്മോൾ ഗ്രോസറി സ്റ്റോറുകൾ, ഹോം ഹെൽത്ത് ഓഫീസുകൾ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബിസിനസ്സുകളെല്ലാം അവർ തുടങ്ങി. ഈ ബിസിനസ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സുകൾ തുടങ്ങുന്നതിനുള്ള ചെലവും ഈ ബിസിനസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനുള്ള കൂലിയും എല്ലാം ഫെഡറൽ ഗവൺമെന്റിൽ നിന്നും സ്റ്റേറ്റ് ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും അവർ കൊടുക്കുന്നതാണ്. ഇതിൽ പങ്കെടുക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു പൈസ പോലും കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതില്ല. 75 കുട്ടികളുള്ള ഒരു ചൈൽഡ് കെയർ സെന്റർ തുടങ്ങണമെങ്കിൽ അതിന് നിയമാനുസൃതമായ വലിപ്പമുള്ള ഒരു സ്ഥലം വേണം, നിയമാനുസൃതമായ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം വേണം, കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനുള്ള സൗകര്യങ്ങൾ വേണം, പിന്നെ അവിടുത്തെ ജോലിക്കാരുടെ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം, കുട്ടികളുടെ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കംപ്ലീറ്റ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് സാരം. അക്കൗണ്ടബിലിറ്റിയിൽ പ്രോബ്ലങ്ങൾ ഉണ്ടായി, കള്ളത്തരങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ച് സംശയം തോന്നി ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇസ്ലാമോഫോബിയ ആണെന്നും അവർ റേസിസ്റ്റുകളാണെന്നും പറഞ്ഞ് അവരെ പേടിപ്പിച്ച് അടുത്ത സിറ്റി കൗൺസിലിൽ ഇപ്പോൾ ഇരിക്കുന്ന മേയർക്ക് വോട്ട് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്ത് കളയും. അങ്ങനെ 4-5 കൊല്ലമായി
ഇവർ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് തട്ടിയെടുത്തത്. $1000 മില്യൺ ആണ് $1 ബില്യൺ എന്ന് പറയുന്നത്. 90 കുട്ടികളുള്ള ഒരു ചൈൽഡ് കെയർ സെന്ററിൽ ഒരൊറ്റ കുട്ടി പോലുമില്ല, ഒരൊറ്റ ജോലിക്കാരും പോലുമില്ല. എല്ലാ ചെലവുകളും വ്യാജം. അങ്ങനെ ഇവർ പല ചൈൽഡ് കെയർ സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. ഫീഡ് ദ ഫ്യൂച്ചർ റെസ്റ്റോറന്റ് പ്രോഗ്രാമിൽ 45 കുട്ടികൾക്കാണ് ആഹാരം കൊടുക്കുന്നത്. 6000 കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് സ്റ്റേറ്റിലേക്ക് ബില്ല് അയക്കുന്നത്. 4-5 ഹോം ഹെൽത്ത് ക്ലിനിക്കുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു സിംഗിൾ അഡ്രസ്സിലാണ്. ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പലതരം ആനുകൂല്യങ്ങളും അനുവദിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഫുഡ് സ്റ്റാമ്പ്. അതിന്റെ ശരിയായ പേര് സപ്ലിമെന്റൽ ന്യൂട്രീഷണൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ സ്നാപ്പ് എന്നും പറയും. ഭാര്യയും ഭർത്താവും 2-3 കുട്ടികളും ഉള്ള ഒരു കുടുംബത്തിന് $2000 സ്നാപ്പ് ബെനിഫിറ്റ് അനുവദിച്ച് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ മാസാമാസം ഈ തുക നമുക്ക് തന്നിട്ടുള്ള ഒരു ഡെബിറ്റ് കാർഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആ ഡെബിറ്റ് കാർഡിന്റെ പേരാണ് ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ബെനിഫിറ്റ് കാർഡ്. ചുരുക്കി പറഞ്ഞാൽ EBT കാർഡ് എന്നും പറയും. അങ്ങനെ EBT കാർഡിൽ വന്നിട്ടുള്ള തുക നമുക്ക് അമേരിക്കയിലെ ഏത് കടകളിലും പോയി സാധനങ്ങൾ വാങ്ങിക്കാം. അമേരിക്കയിലെ 90% കടകളിലും EBT കാർഡുകൾ സ്വീകരിക്കുന്നതാണ്. 50%-ലധികം സോമാലി കുടുംബങ്ങൾ EBT കാർഡ് ഹോൾഡേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത് സോമാലിയൻസ് പ്രൊഡ്യൂസ് നത്തിങ് ടു അമേരിക്ക. ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ EBT കാർഡിന് ക്വാളിഫൈ ആകാൻ വളരെ ഈസിയാണ്. നമ്മൾ പോയി എനിക്ക് ഭാര്യയും 4 കുട്ടികളുമുണ്ട്, ഭാര്യ സിക്കാണ്, എനിക്ക് ജോലിയില്ല, കാറില്ല എന്നൊക്കെ എഴുതി കൊടുത്താൽ അവർ ആ ഇൻഫർമേഷൻ അതേപോലെ സ്വീകരിച്ച് പൈസ അനുവദിക്കും. അങ്ങനെ സോമാലികൾ നടത്തുന്ന ഗ്രോസറി സ്റ്റോറിൽ നിന്നും EBT കാർഡ് ഉപയോഗിച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം വാങ്ങി അവർ സ്വന്തമായി നടത്തുന്ന റെസ്റ്റോറൻറ്റിൽ കുക്ക് ചെയ്ത് വിൽക്കും. അങ്ങനെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെയാണ് അവർ കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നത്. 2025 വരെയുള്ള കണക്കുകൾ എടുത്താൽ അമേരിക്കൻ ഗവൺമെന്റിന് ഈ സോമാലികൾ 18 ബില്യണിൽ അധികം പണം കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ നല്ലൊരു പങ്ക് കെനിയയിലെ നൈരോബിയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അതുകൂടാതെ വേറെ നല്ലൊരു പങ്ക് സോമാലിയയിലെ അൽഷബാബ് എന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന് നൽകപ്പെട്ടിരിക്കുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇൽഹാൻ ഒമാറിന്റെ ഇൻസൈഡ് സർക്കിളിലുള്ള ഒരാൾ സോമാലിയൻ പ്രസിഡന്റായി ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്നും നല്ലൊരു ശതമാനം പണം ഇലക്ഷൻ ഫണ്ടിലേക്ക് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. എന്തായാലും മാസീവ് ആയിട്ടുള്ള ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. 100-ൽ പരം ആളുകളെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രംപ് പറയുന്നത് എല്ലാ സോമാലികളെയും നാട് കടത്തണമെന്നാണ്. സോമാലികൾ നടത്തിയിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ അറിവോടും ഒത്താശയോടും അനുമതിയോടും കൂടിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് കരുതപ്പെട്ടിരിക്കുന്നത്. ഈ മുസ്ലിമുകൾ ഏത് ക്രിസ്ത്യൻ രാജ്യങ്ങളിൽ ചെന്നാലും അവിടുത്തെ ഗവൺമെന്റ് അവിടുത്തെ പൗരന്മാർക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ള സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റി അവിടെ ഇവരുടെ ഒരു ഭരണകൂടം ഉണ്ടാക്കി ആ രാജ്യത്തെ നശിപ്പിക്കുക എന്നാണ് ഈ മുസ്ലിംസിന്റെ റൂട്ട് കോസ് ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിന്റെ ഓമന പേരാണ് ലെഫ്റ്റ് ലിബറൽ ചിന്താഗതി എന്നത്. അത് കൺട്രോൾ ചെയ്യുന്നത് മുസ്ലിം ബ്രദർഹുഡ് ആണ്. 2026-ൽ മിനസോട്ടയിലെ സ്റ്റേറ്റ് ഗവർണർ ഇലക്ഷൻ നടക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവർണർ ടിം വാൾസ് എന്ന് പറയപ്പെടുന്ന ഒരാളാണ്. ഈ സോമാലിയൻ സ്കാമുകളിലെല്ലാം ടിം വാൾസിന് നല്ല പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും 2026 നവംബറിൽ നടക്കുന്ന മിനസോട്ട സ്റ്റേറ്റ് ഗവർണർ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപ് പ്രസിഡന്റായി വന്നില്ലായിരുന്നുവെങ്കിൽ ഈ യാതൊരു ഫ്രോഡും കണ്ടുപിടിക്കില്ലായിരുന്നു. ഈ ടിം വാൾസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഗവർണർ
2024 കമല ഹാരിസിന്റെ കൂടെ വൈസ് പ്രസിഡന്റായി ഇലക്ഷനിൽ മത്സരിച്ച ആളാണെന്ന് ഓർക്കണം. അമേരിക്കൻ പൊളിറ്റിക്സിലെ മറ്റൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം.